ചേട്ടാ ചേട്ടാ സാറേ ഇതാരും ഇത് വയറിറച്ച് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല. ആരാത്? സൂപ്പർമാൻ. സുപ്രമാമനോ? സുപ്രമാമനല്ല, സൂപ്പർമാൻ. സൂപ്പർമാൻ മറ്റേ ടിവിയിലൊക്കെ അതാണോ അത്? അത് ശരി, മനസ്സിലായി. പക്ഷെ പുറത്ത് ഇരുത്തേച്ച സാധനത്തെ പുറത്തിട്ടു അകത്തെടുത്തിട്ടായിരുന്നു. ആൾക്കാര് കളിയാക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ? ടിവിയിൽ പരിപാടിയൊന്നും ഇല്ലേ? കുറവാ. ഇത് ഇവിടെ ആണെങ്കിലും വൈഫും പിള്ളേരും ഇല്ല. ഇത് ആരോട് സന്തോഷം പിള്ളേരെ വിളിക്കട്ടെ. ജോർജ്, ജോർജ്, ഇവിടെ ആരാ വന്നേക്കണം? ഇവിടെ ആരാ വന്നേക്കണം എന്നൊക്കെ നിങ്ങട് വാ. കഴിഞ്ഞാലേ ആഹാ, നീ ആള് കൊള്ളാലോ. നീ എന്താ നീ വന്നെന്താ എഴുത്താണുള്ളത്? വായിച്ചത് ഷോർട്ട് സൈറ്റ് ആണോ സാറിന്? അല്ല, പഠിച്ചത് ഷോർട്ടായി പോയി. ഞാൻ പഠിച്ചതേ. ലൈറ്റ് ഒന്നും ഇടാവോ? ലൈറ്റാ? എടാ, നീ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ആദ്യം മാറ്റി. ഇത്രയും പെട്ടോണ്ടായിരുന്നല്ലേ? എന്താണ് അതിൽ എഴുതിയിരിക്കണത്? പ്രിയ സുഹൃത്തെ, ഈ കത്ത് കൊണ്ടുമായിട്ട് വരുന്ന മാന്യ വ്യക്തി അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിച്ച് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ജീവിക്കാൻ രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഈ കത്തുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പറന്നു നടക്കുന്നതിനിടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇടിച്ചുണ്ടായ പരിക്കിനെ തുടർന്ന് ഇപ്പോൾ പഴയ പോലെ പറക്കാൻ വയ്യ. 3 കുട്ടികളും ഒരു കുടുംബവും ഉണ്ട്. മെഡിക്കൽ കോളേജിലെ സന്തോഷ് ഡോക്ടറാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാൽ കഴിയും വിധം ഇദ്ദേഹത്തിനെ സഹായിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. 1 രൂപ കൊടുത്താൽ 1 പുണ്യം കിട്ടും. കുറഞ്ഞത് 1000 പുണ്യത്തിന് വേണ്ടിയെങ്കിലും പ്രവർത്തിക്കുക. അതായത് നിന്നെ സഹായിക്കണമെന്ന്. എന്തെങ്കിലും സഹായം എന്താ സഹായിക്കാൻ സാർ? കഷ്ടപ്പാടാ സാർ. ഒന്നുമില്ലല്ലോ. നമ്മളിവിടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഇത് സംഭവം മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മുടെ ടി വി കാണാത്തത് അല്ലേ? കുടുംബമൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ സാറേ. എന്തായാലും നമ്മൾ ഒരു കാലത്ത് ഇത്രയും അതല്ല, പണ്ട് കാലത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഉള്ളപ്പ സമ്പാദിച്ചു വെക്കണമായിരുന്നു. പറഞ്ഞൊക്കെ നടന്ന കുറെ സമ്പാദിച്ചില്ലേ? അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. അടിയുണ്ടായിരുന്ന? ഇല്ല, കഴിക്കുമല്ലായിരുന്നു. ഇവിടെ സൂപ്പർമാൻ നമ്പർ ഒരു സാധനം ഇറങ്ങിയായിരുന്നു. 82 രൂപ ഫുള്ള് കിട്ടുമായിരുന്നു. അതൊക്കെ അടിച്ചാൽ ഞാൻ ബാറിലായിരുന്നു 82 രൂപ. ബിവറേജിലായാലും കുറച്ചായിരുന്നു. പിന്നെ ഞാൻ ആ LP സ്കൂൾ വിടുന്നിടത്ത് നിന്നപ്പോ കല്ലുവർക്ക് എറിഞ്ഞു പിള്ളേരെല്ലാം കൂടെ. അതെന്തിനാ? കളിയാക്കി ചിരിക്കാനാ സാറേ. ഒരാൾ കഷ്ടപ്പാട് വരുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് ഉപദ്രവിക്കാനായിട്ട്. അതങ്ങനെയൊന്നും വിഷമിക്കണ്ടോ. ഞാനില്ല ഇവിടെ. തന്നെ നശിപ്പിച്ചെന്നാരും ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ആൾക്കാരെ കണ്ടില്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അതെ, വീട്ടിലാരൊക്കെ ഉണ്ട് ശരിക്കും? വീട്ടില് 3 മക്കളാ സാറേ. 3 മക്കള്? 3 മക്കളൊക്കെ പറക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പറക്കാനായിട്ട് പഠിപ്പിച്ച് ഇവര് 3-4 ക്ലാസ് പഠിപ്പിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. അതെന്താ? ഈ ഫ്ലൈറ്റിൽ ഒഴിക്കുന്ന ഇന്ധനം കിട്ടാനില്ല. അതെന്തിനാ? നമ്മള് പറക്കുമ്പോ രാവിലെ തന്നെ ഈ ഫ്ലൈറ്റിൽ ഒഴിക്കുന്ന ഇന്ധനം ഉണ്ടല്ലോ, അതൊരു ഗ്ലാസ് എടുത്ത് അടിക്കും. എന്നിട്ടാണ് ഈ പറക്കുന്നത്. അപ്പോഴാണ് ഇതിങ്ങനെ പറന്ന് നടക്കാൻ പറ്റുള്ളൂ. ഇത് അടിക്കാതെ നമ്മൾ പെട്രോൾ ഒഴിച്ചാൽ നടക്കാനേ പറ്റുള്ളൂ. പിള്ളേർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തി കഴിഞ്ഞു. നിർത്തി. കല്യാണം കഴിച്ചവിടുന്ന? കല്യാണം കഴിച്ചവിടുന്ന കൂട്ടുകാരന്റെ പെങ്ങളെ തന്നെയാ. പ്രേമമായിരുന്നു. ഏത് കൂട്ടുകാരനാ? ഏത് കൂട്ടുകാരൻ? സ്പൈഡർമാന്റെ പെങ്ങളെ കെട്ടിയ. സ്പൈഡർമാന്റെ പെങ്ങളാണ് കെട്ടിയേക്കുന്നത്? സ്പൈഡറിന്റെ കൂത്താട്ടോളത്തുള്ള കുഞ്ഞമ്മയുടെ മോളുണ്ടല്ലോ, സ്പൈഡർമാന്റെ. അവരെ അടിപൊളിയായിരുന്നു. കല്യാണമൊക്കെ എല്ലാരും വന്നു. ബാറ്റ്മാനും ഹീമാനും ഒക്കെ പങ്കെടുത്തായിരുന്നു. വലിയ കല്യാണമായിരുന്നു. പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് ഡിങ്കനും കബീഷും അവര് പങ്കെടുത്തു. ഡിങ്കം പറഞ്ഞങ്ങ് വന്നു. കബീഷിന് വിസ കിട്ടിയില്ല. പകുതിക്ക് വെച്ച്. ശക്തിമാൻ വന്നില്ല സാറേ. ഞാൻ ക്ഷണം പോരാന്ന്. അവൻ ഇച്ചിരി ഈഗോ ഉള്ള കൂട്ടത്തിലാണ്. ക്ഷണം പോരാന്നും പറഞ്ഞ് ശക്തിമാൻ, അതുമല്ല അന്ന് ശക്തിമാന്റെ കൊച്ചിന്റെ കരപ്പന്റെ എന്തോ സംഭവമായിട്ട് പുള്ളി കുത്തിവെപ്പ് എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. അത് നമ്മള് ബൊഫേ സിസ്റ്റം ആയിരുന്നു. ആകാശത്ത് അറേഞ്ച് ചെയ്തു. പറന്നൊന്നും എടുക്കണമായിരുന്നു എല്ലാവരും. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. കല്യാണം ഭംഗിയായിട്ട് നടന്നു. രസമായിരുന്നു. അന്നത്തെ ആൽബത്തിലൊക്കെ ഇത് പുറത്ത് തന്നെ. ഇപ്പോഴത്തെ അകത്തിട്ടതാ. ഞാനൊരു കട ഉണ്ടായിരുന്നു സാറേ. അതല്ല, പറന്ന് നടന്നപ്പോഴേ. അയ്യോ, വിറ്റതല്ല. ഞാൻ ഈ സഹകരണ ബാങ്കിൽ നിന്ന് ഇച്ചിരി കടം എടുത്തായിരുന്നു. പറന്ന് നടന്നപ്പോ BSNL ടവർ ഇടിച്ച് അവരുടെ ടവർ കേടാക്കി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞേ. ഇല്ലില്ല, ടവർ എനിക്ക് ഭയങ്കര ശക്തിയാണല്ലോ. അങ്ങനെ അവരതിന്റെ കടം വീട്ടാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞ് കടം മേടിച്ച സമയത്ത് ബാങ്കിൽ ലോൺ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാ. ഒരു സ്ത്രീ ആയിരുന്നു മാനേജർ. ഇത് പുറത്തിട്ടോണ്ട് എന്ന് കയറിയപ്പോ പുള്ളിക്കാരത്തി തെറ്റിദ്ധരിച്ച് ആകെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞു. അന്ന് ക്രൈമിലൊക്കെ ഉണ്ടായിരുന്നു. എന്നെ അടിയിലിരുന്ന് എപ്പോഴെടുത്ത് മേലിലിടണല്ലോ. അതാണ് തിരിച്ചറിയാനായിട്ട്. വിഷമിക്കണ്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടാവും, ഒരു ചീത്തക്കാലം ഉണ്ടാവും. താൻ പേടിക്കണ്ട.
അന്റെ ഇതൊക്കെ മാറി പറക്കാനൊക്കെ ഉണ്ടാവും. എനിക്ക് എന്തിനൊക്കെ മേടിക്കാനുള്ള കാശൊക്കെ കിട്ടും. പറക്കാൻ കൊതിയാവുന്നു സാറേ. പറക്കാൻ കൊതിയാന്ന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ ജോലി അറിയാമോ? തെങ്ങ് ഞാൻ കേറത്തില്ല സാറേ. താഴേന്ന് പറഞ്ഞു തേങ്ങ പറിച്ച് തിരിച്ച് താഴെ കൊണ്ട് കൊടുക്കും. അതിയല്ലേ 10 തെങ്ങ് കഴിഞ്ഞാൽ പൈസ ഇല്ലേ? ഇല്ല, കേറിയാലേ പൈസ കിട്ടുള്ളൂ. പറന്ന് നടക്കുന്ന പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല അവർക്ക്. ഞാൻ പറിച്ചിട്ട് ആ വഴി പോകുമെന്ന് പേടിയാ. പിന്നെ ഞാൻ കോൺക്രീറ്റിന്റെ പണിക്ക് പോയായിരുന്നു. കോൺക്രീറ്റിന്റെ പണിക്ക്? അത് ലാഭമാ, വീട്ടുകാർക്ക് ലാഭമാ. കാരണം ഇപ്പം ഒരു 3 നില വീടാണെങ്കിൽ ഒരു 24 പേര് നിന്നിട്ടാണല്ലോ ചട്ടി പാസ് ചെയ്യുന്നത്. ഇതിങ്ങനെ നിറച്ചു തരും. ഞാൻ ചട്ടി എടുത്ത് നേരെ പറന്ന് മേളിൽ കൊണ്ട് കൊടുക്കും. അവിടെ തട്ടും, അവര് കമ്പിക്ക് കുത്തും. ഞാൻ ചട്ടി എടുത്ത് നേരെ താഴെ വരും. പിന്നെ ചമിന്റ് നിറയ്ക്കും. നേരെ അങ്ങനെ വരുമായിരുന്നു. അത് നല്ല പണിയാണല്ലോ. അല്ല, ഇപ്പൊ പിന്നെ മിക്സർ മെഷീൻ വന്നേ പിന്നെ അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. പറന്ന് കിടക്കുമ്പോ സിമെന്റ് ചട്ടി കഴിഞ്ഞ താഴെ പോയി. ഓണറിന്റെ തലയിലാ വീണത്. ഇപ്പൊ പുള്ളിയുടെ വീട് പണി കഴിഞ്ഞു. പക്ഷെ വീടിന്റെ ഫ്രണ്ടിൽ പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്, മാലയിട്ട് വെച്ചേക്കുക. ഡ്രസ്സ് മാറിയിട്ട് വേറെ നല്ല ഏതെങ്കിലും ഡ്രസ്സ് കൊടുക്കും. അത് ഞാൻ കൊടുത്തേക്കുന്ന പോലെയുള്ള മുണ്ടോ ഷർട്ടോ പാന്റോ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്താലൊക്കെ മനുഷ്യന്മാരെ ശ്രദ്ധിക്കാതെ കളിയാക്കാനൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഷർട്ട് ഇട്ടാ ചൊറിയും. ഷർട്ട് ഇട്ടാല് ഷർട്ടും എനിക്ക് ഷർട്ട് ഇട്ടിട്ട് ചൊറിയാലല്ലോ. എനിക്ക് ചൊറിയും. ഈ വേഷം മാറിയാൽ എനിക്ക് വേറെ എന്ത് വേഷം ഇട്ടാലും ചൊറിയോ? നമുക്ക് ഇത് ആകെ ഒരു ഐഡന്റിറ്റി അല്ലേ ഉള്ളൂ സാർ. നമുക്ക് തിരിച്ചറിയൽ കാർഡോ അല്ല, ഇലക്ഷൻ കമ്മിറ്റിയിലൊന്നും പേരില്ലാത്ത കാരണം ഈ ഡ്രസ്സ് കണ്ടാ നമ്മളെ തിരിച്ചറിയുന്നത്. നമ്മളൊരിടത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സാർ എന്നെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞോണ്ടല്ലേ ഇത്രയും നേരം സംസാരിച്ചത്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും പിച്ചക്കാരനാണ്. സമാധാനിക്കണോ? ഞാൻ ആരെങ്കിലും വിളിച്ചു ചോദിക്കാം. എനിക്ക് എന്തെങ്കിലും കഷ്ടപ്പാടിന് കൊണ്ട് 3 പിള്ളേരുള്ള ഒരു കുടുംബത്തിന് കിടന്ന് കഷ്ടപ്പെടുന്നു. അതിപ്പോ തൽക്കാലം കഷ്ടപ്പാട് മാറാനായിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാൻ ഈ ബാലരമേന്ദ്രത്തിന് ബന്ധമുണ്ട്. ഇപ്പൊ അവിടെ മായാവി ഒരാഴ്ചത്തെ ലീവാണ്. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആ രാജുവിനെ രക്ഷിച്ചാല് അത്യാവശ്യം കാശ് എന്റെ കയ്യിൽ കിട്ടും. രാജുവിന് അതിന് അദൃശ്യനാവാനുള്ള ഒരു കഴിവ് ഇച്ചിരി വേണം സാർ. അതുമല്ല, ഒരാഴ്ച പോയിട്ട് പിള്ളേരെ രക്ഷിച്ചാൽ നമ്മുടെ ഐഡിയ ഒക്കെ അവർ പറഞ്ഞു തരുള്ളൂ. കഷ്ടപ്പാട് തീരണമെങ്കിൽ ഒരാഴ്ചത്തെ പണി പോരാ സാറേ. ഞാനിപ്പോ മണി നേരം ഞാൻ സാറിന് ചെറിയ ഉപകാരം ചെയ്യാവോ? നേരം രാത്രിയായി. ഇനിയിപ്പോ വണ്ടിയൊന്നും കിട്ടത്തുമില്ല. നടന്നുപോയ കള്ളന്മാരുടെ കുഴപ്പമുണ്ട്. പറക്കാനായിട്ട് പറ്റുമില്ല. പറക്കാൻ ഇന്നൊരു രാത്രി എനിക്ക് ഇവിടെ നിന്ന് തല ചായ്ക്കാൻ ഒരിടം. സാർ വിചാരിച്ച പറ്റി സാർ. ഒറ്റ രാത്രി എന്നും ഞാനിവിടെ വരുന്നില്ല. ഒരു രാത്രി എനിക്ക് തല ചായ്ക്കാൻ ഒരു രാവിലെ 6 മണിക്ക് എണീറ്റ് പോക്കോളാം സാർ. 6 മണിക്ക് ഞാൻ പോകണം. ഒരു രാത്രി ഒരു തല ഒരു ചെറിയ ഞാൻ പുറത്തിറങ്ങും സാർ. എടോ ഭയങ്കര തണുപ്പാണ്. തണുത്തുറച്ച് ചത്തു. ഞാൻ പുറത്ത് അകത്ത് കിടന്നതാ ശീലമാ സാറേ. ഞാൻ പുറത്ത് കിടന്നോളാന്നേ. എന്നാ ശരി. ശാന്തേ, സൗദാമിനി, ആരാന്ന് വെച്ചാ ഒരാളൊരു പായും തലങ്ങനെ എടുത്തിട്ടൊന്ന് പുറത്തിട്ട് കൊടുത്തേ. അകത്ത് കിടന്നാലോ സാറേ? ഞാൻ ആ തണുപ്പല്ല, അകത്ത് കിടക്കാം. താൻ അകത്താ എവിടെയെന്ന് വെച്ചാ കിടന്നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അകത്ത് കിടക്കുമ്പോ ശ്രദ്ധിക്കണം. ആണുങ്ങളില്ലാത്ത വീടാ. ആണുങ്ങളില്ലാത്ത വീടോ? അപ്പൊ ചേട്ടനോ? എന്റെ വീട് കുറച്ച് അപ്പുറത്താന്നേ. ഞാൻ ഇടക്കിടക്ക് ഇവിടെ